ഹലോ ഗായ്സ്, വെൽക്കം ടു അഡലൈൻസ് കഫേ. നമ്മളിന്ന് പറയാൻ പോകുന്നത് തുംദേന സാത്ത് മേ രഹോ ഹം നവ എന്ന സീരിയലിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ 4 എപ്പിസോഡും കാണാത്തവർക്കായി ലിങ്ക് കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമ്മൾ 4ാമത്തെ എപ്പിസോഡിൻ്റെ അവസാനം കണ്ടത് അപരാജിതയ്ക്ക് പാനിക് അറ്റാക്ക് വന്നിട്ട് രക്ഷിതത് വീഡിയോ കോളിലൂടെ കാണുന്നതാണ്. അപ്പോൾ 5ാമത്തെ എപ്പിസോഡ് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അപരാജിതയ്ക്ക് ശ്വാസം കിട്ടണില്ലെന്നറിഞ്ഞ രക്ഷിത അവളോട് പറയുകയാണ്, എൻ്റെ കയ്യിലൊരു ഫോർമുല ഉണ്ട്, അത് ചെയ്ത് സെറ്റാവും. ഹിമ്മത്തിൻ ഡറൗട്ട് എന്നാണ് അവർ ഹിന്ദി പറയുന്നത്. എന്ന് വെച്ചാൽ ധൈര്യം ഉള്ളിലേക്ക് എടുത്തിട്ട് പേടിയെ പുറത്തേക്ക് കളയുക എന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അത് 2-3 പ്രാവശ്യം ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ രക്ഷിത അതിൻ്റെ കൂടെ ഇങ്ങനെ ഹിമ്മത്തിൻ ഡറൗട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അപരാജിതയ്ക്ക് നാക്ക് പോലും പൊക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഒരു അറ്റാക്ക് വന്നതിൻ്റെ ഒരു ഇതിൽ തന്നെയാണ് അവൾ ഇരിക്കുന്നത്. അപ്പോൾ അവളെ മാക്സിമം അങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ അവൾ ഓക്കെ ആകുകയാണ്. അപ്പോൾ ലാസ്റ്റ് അവൾ ഫോണെടുത്ത് നോക്കുമ്പോൾ അവളുടെ മുഖം കണ്ടു കഴിയുമ്പോഴാണ് രക്ഷത്തിന് സമാധാനമാവുന്നത്. എന്ത് പറ്റി, എന്തായി, അവൻ കാരണമാണ് ഇങ്ങനെ ഉണ്ടായെന്നാണ് അവൻ വിചാരിച്ചത്. അപ്പോൾ അവൾ പറഞ്ഞ് ഇപ്പോൾ കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആയി, പ്രശ്നമില്ല, താങ്ക് യു എന്നൊക്കെ അവളിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞോണ്ട് ഇപ്പോൾ ഓക്കെ ആയില്ലേ, പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ ഓക്കെ ആയെന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്യണം. അപ്പോൾ രക്ഷത്തിനാകെ ഒരു ടെൻഷനായി. ഇപ്പോൾ ഞാൻ കാരണം അവൾക്ക് ഇങ്ങനെ പറ്റിയല്ലോ എന്നോർത്ത് രക്ഷത്തെ ടെൻഷൻ അടിക്കുകയാണ്. അപ്പോൾ ആ സുന്ദർജി വന്ന് ചോദിക്കുകയാണ്, എല്ലാം ഓക്കെ ആയല്ലോ, പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, അവളുടെ മുഖത്ത് ഇത്രയും പേടിയുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചിട്ടായിരിക്കും അവൾ ഇത്രയും പേടിക്കാനായിട്ട്. ഞാൻ ആ കൊടുത്തയച്ച ഗിഫ്റ്റിന് ഇത്രയും പേടി വരേണ്ട ആവശ്യമില്ലല്ലോ, അവൾ നന്നായി പേടിച്ചിട്ടുണ്ട്. അപ്പോൾ സുന്ദർജി ചോദിക്കുകയാണ്, എന്താണ് അവൾ നിങ്ങളോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവൾ എന്നോട് താങ്ക് യു പറഞ്ഞു, അവൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നപ്പോൾ രക്ഷിച്ചുകൊണ്ട് താങ്ക് യു പറഞ്ഞു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സുന്ദർജി പറഞ്ഞ്, അവൾ താങ്ക് യു അല്ലേ പറഞ്ഞുള്ളൂ, പോലീസിനെ വിളിക്കുന്നത് നന്നായില്ലെങ്കിൽ ഇപ്പം 2 ആളും അകത്ത് പോയനെന്ന് പറയുകയാണ്. നമ്മൾ ഗിഫ്റ്റ് അയച്ചിട്ട് ഒരു പെണ്ണിന് അറ്റാക്കും എല്ലാം വന്നെന്നറിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ പറയുകയാണ്. അവൾ ഇത്ര പേടിക്കാൻ അവളുടെ ലൈഫിന് എന്തായിരിക്കും പറ്റുകയെന്ന് ആർക്കറിയാം. കുറേ വർഷമായിട്ട് എന്തോ അവൾക്ക് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഒരു ട്രോമയായിട്ട് പാനിക് അറ്റാക്ക് വരെ വന്നത് എന്നിങ്ങനെ അയാൾ പറയുവാണ്. അപ്പോൾ രക്ഷിത്ത് പറയുകയാണ്, എന്തായാലും പറ്റിയത് പറ്റി, വിളിച്ചൊരു സോറിയും കൂടെ പറഞ്ഞേക്കാമെന്ന് പറയുമ്പോൾ ആ സുന്ദർജി പറയുകയാണ്, നിങ്ങൾ എങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും പറഞ്ഞോ, എൻ്റെ ഫോണിങ് തന്നേക്കാൻ പറയണം. അയാളുടെ ഫോൺ എടുത്തിട്ടാണ് രക്ഷിത് ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അയാൾ പോവുകയാണ്. അപ്പോൾ രക്ഷിത്തിൻ്റെ അനിയൻ വന്നിട്ട് പറയുകയാണ്, എന്താ ചേട്ടൻ്റെ മുഖത്തെന്താ ഇത്ര വിയർത്തിരിക്കുന്നത്, എന്താ ഇത്ര ടെൻഷനെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞേ അതൊന്നുമില്ല, പെണ്ണ് കാരണമെന്ന് പറയണം. അപ്പോൾ അനിയൻ ചോദിക്കുന്ന, പെണ്ണോ, ഏത് പെണ്ണ് കാരണം ഇത്ര വിയർത്തൊലിച്ചതെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്താ ഗേൾ ഫ്രണ്ട് വല്ല ആണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രക്ഷതി ചോദിക്കുകയാണ്, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? ഞാൻ ചേട്ടനെ വിളിക്കാൻ വന്നതാണ്, അത് മാത്രം ചെയ്താൽ മതിയെന്ന് പറയണം. അടുത്ത സീനിൽ കാണിക്കുന്ന അപരാജിതയുടെ വീടാണ്. അപ്പോൾ അവൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന കാണുമ്പോൾ അവളുടെ ഫ്രണ്ട് അങ്ങോട്ട് വന്നിട്ട് ഇവളുടെ അവസ്ഥ കണ്ട് പേടിക്കുകയാണ്. ഇവളാകെ വിയർത്ത് കുടിച്ച് എന്ത് വയ്യാത്ത പോലെ ഇരിക്കുന്നത് കണ്ടിട്ട് അവൾ പേടിക്കുകയാണ്. അപ്പോൾ അവളോട് പറയുകയാണ്, എനിക്കിപ്പോൾ സാരി കാണുന്നത് തന്നെ പേടിയാണ്, ഞാൻ സ്വയം എൻ്റെ കൈ കൊണ്ട് എത്രയോ പേർക്ക് സാരി ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു, എനിക്കിപ്പോൾ സാരി ഉടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് പേടിയാണ്, ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് വരുമെന്നൊക്കെ പറഞ്ഞ് അവളുടെ കൂട്ടുകാരിയോട് പറഞ്ഞ് അവൾ കരയുകയാണ്. അപ്പോൾ രശ്മി പറയുന്നുണ്ട്, നിനക്ക് നിൻ്റെ ആങ്ങളയോടെങ്കിലും ഇത് പറഞ്ഞോട് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അടുത്ത സീനിൽ കാണുന്ന രക്ഷത്തിൻ്റെ വീടാണ്. അവിടെ രക്ഷത്തിൻ്റെ അച്ഛനും അമ്മയും ഫങ്ഷനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. രക്ഷത്തിൻ്റെ അമ്മ ഇങ്ങനെ ഓരോ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ വീണ്ടെടുക്കാനായിട്ട് പഴയ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്, ചിലതൊന്നും ഓർമ്മയില്ല. ഒരു ഘട്ടത്തിൽ വൈഫിൻ്റെ പേര് പോലും പുള്ളി മറന്നു പോവുകയാണ്. പക്ഷേ രക്ഷത്തിൻ്റെ അമ്മ അതിന് വിഷമമൊന്നും കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ കാണിച്ച അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവുമല്ലോ എന്നോർത്ത് കാണിക്കുന്നില്ല. ഓവറായിട്ട് അങ്ങനെ ഓർമ്മകൾ എടുക്കാനായിട്ട് അങ്ങനെ പറഞ്ഞാൽ പുള്ളിക്ക് സ്ട്രെസ്സാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. പക്ഷേ രക്ഷത്തിൻ്റെ അച്ഛൻ കുറച്ചൊക്കെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ളൂ. എന്ന് വെച്ചാൽ റീസെൻ്റായിട്ടൊരു ആക്സിഡൻറ്റിലൂടെയാണ് അദ്ദേഹത്തിന് ഓർമ്മ ഇങ്ങനെ നഷ്ടപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ അത് പതുക്കെ ശരിയാവും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അവരതിനായിട്ടാണ് ഇങ്ങനെ ഫംഗ്ഷൻ തന്നെ നടത്തുന്നത് പോലും. പിന്നെ കാണിക്കുന്ന അപരാജിതയുടെ വീടാണ്. അവിടെ ആരാധ്യയുടെ മുൻപിയുടെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. തിലക് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് രോഹൻ്റെ അമ്മ. ആളിത്തിരി പെശകാണ്. എന്ന് വെച്ചാൽ കുറച്ച് പണമൊക്കെ ഉള്ളതിൻ്റെ ഒരു കുങ്കൊക്കെ കാണിക്കുന്ന ആളാണ്. അപ്പോൾ അവരുടെ കൂടെയുള്ള ബന്ധു പറയുന്നുണ്ട്, ഭാവി മരുമോൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, കാശില്ലാത്ത വീടാണെങ്കിലും നല്ല ഭംഗിയാണല്ലോ എന്ന് പറയുന്നു. അപ്പോൾ അപ്പുവിൻ്റെ വീടിനടുത്തുള്ളവരൊക്കെ ഈ രോഹൻ്റെ അമ്മേനെ കണ്ടിട്ട് ഞെട്ടി നിൽക്കുകയാണ്. എത്ര സുന്ദരിയാണ് അവൻ്റെ അമ്മ, അതുപോലെ ക്യാഷും ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയണം. ഈ സമയത്താണ് അപ്പു ഒരു നോർമൽ ക്യാഷ്വൽ ഡ്രസ്സ് ഇട്ട് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട്
അപ്പൂൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ചോദിക്കും, എന്താ നീ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്, നിൻ്റെ സ്വന്തം അനിയത്തിയുടെ തിലകല്ലേ, നീ എന്താണ് ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് അവളിങ്ങനെ കളിയാക്കുകയാണ്. അപ്പോൾ രോഹൻ്റെ അമ്മയുടെ കൂടെ വന്ന സ്ത്രീ ചോദിക്കുകയാണെങ്കിൽ അതാരാണ് ആ പെൺകുട്ടി എന്ന് ചോദിക്കുമ്പോൾ രോഹൻ്റെ അമ്മ പറയണത് ആരുവിൻ്റെ ചേച്ചിയാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇവളെ നന്നായിട്ടറിയാം, എൻ്റെ വീട് ഇവളുടെ വീടിൻ്റെ അടുത്തായിരുന്നു, ഇവൾ ഭോപ്പാലിലായിരുന്നു. അപ്പോൾ ഇവളുടെ കെട്ടിച്ചു വിട്ടിരിക്കുന്ന ഫാമിലി ഇത്തിരി പ്രശ്നക്കാരാണ്, അവർ പല സ്ഥലത്തുനിന്ന് കടമൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത ആൾക്കാരാണ്, എല്ലാം പാവം ഈ പെണ്ണിൻ്റെ തലയിലാണ് വന്നിരിക്കുന്നത്, ഇവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, പക്ഷേ ഇവളെ കെട്ടിച്ചിരിക്കുന്ന കുടുംബം അത്ര ശരിയല്ല, മോനെ നോക്കി കണ്ടുനോക്കി കുടുംബത്തിലേക്ക് അയച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം തൊട്ട് രോഹൻ്റെ അമ്മയ്ക്ക് ഈ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞാലോ എന്നുള്ളൊരു ചിന്തയായി. ഒന്നാമത്തെ മോനിങ്ങനെ ഒരു സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് കെട്ടിച്ച് കൊടുക്കാതിരിക്കാനും പറ്റില്ല, പിന്നെ ഇങ്ങനൊരു ഫാമിലിയായിട്ട് ബന്ധം വേണോ അങ്ങനെയുള്ളൊരു രീതിയിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് എന്തെങ്കിലും അതിന് കാരണങ്ങൾ ഉണ്ടാക്കാനായിട്ട് അവർ നോക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് പറയുന്നത് അപ്പൂൻ്റെ അമ്മയടുത്ത് പറയുകയാണ്, ഇതെന്താ നിങ്ങളുടെ മകൾ ഇങ്ങനത്തെ ഒരു ഡ്രസ്സിൽ വന്നിരിക്കുന്നത്, ഞങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ അനിയത്തിയുടെ കല്യാണമായ ചേച്ചിമാരാണ് ഏറ്റവും നന്നായിട്ട് ഒരുങ്ങുന്നത്, ഇവളെന്താ ഇങ്ങനെ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പൂൻ്റെ ലൈഫിലെ ട്രോമയ്ക്ക് ശേഷം അവൾക്ക് അങ്ങനെ ഒരുങ്ങി നടക്കണം അങ്ങനെ ഒന്നുമില്ല, അവൾക്ക് സാരി കാണുന്നത് തന്നെ പേടിയായിരുന്നു. അപ്പോൾ ആരും അവളുടെ അമ്മയെ ചോദിക്കുകയാണ്, എന്താണ് ചേച്ചി ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്, എന്നെ നാണം കെടുത്താനാണോ, അപ്പോൾ ആദ്യം തന്നെ അവളുടെ ഇമ്പ്രഷൻ കളഞ്ഞില്ലേ, നല്ല ഡ്രസ്സ് വാങ്ങി തന്നതല്ലേ, അത് ഇട്ടാൽ എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവളുടെ അമ്മയും അനിയത്തിയൊക്കെ അവളെ വഴക്കിടാണ്. അപ്പോൾ അവളുടെ അച്ഛൻ അതിനെ തടയാൻ നോക്കുന്നുണ്ട്, അങ്ങനെ പറയണ്ട, അവൾക്ക് ഇഷ്ടമുള്ള അവൾക്ക് കംഫർട്ടബിളായത് അവൾ ഇട്ടോട്ടെ, നിങ്ങളെന്തിനാ ഇതിലൊക്കെ ഇടപെടണമെന്ന് ചോദിച്ചിട്ട് അവരെ അവിടെ നിന്ന് വിളിച്ചോട്ട് പോകണം. അപ്പോൾ അപരാജിതൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, നീ എല്ലാവരോടും കാര്യം പറ, ഇങ്ങനെ എന്തിനാണ് എല്ലാവരും കുറ്റം കേൾക്കുന്നത്, നിനക്ക് ഇതിൻ്റെ ആവശ്യമില്ല, നീ അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്, ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുന്നൊക്കെ അവൾ പറയണം. അപ്പോൾ അപരാജിത പറയുകയാണ്, എനിക്ക് ഇവരുടെ സന്തോഷമൊന്നും കളയണമെന്നില്ല, ഇതിന് ശരിയാകാൻ പോകുന്നില്ല, എന്നാൽ പോലും അവരുടെ സന്തോഷം കളഞ്ഞിട്ട് എനിക്ക് എവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണ്ട എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പം അനിയത്തിയുടെ കല്യാണം കൂടെ തീരുമാനിച്ചിരിക്കുകയാണ്, ഈ സമയത്ത് ഇങ്ങനെ ചെയ്താൽ ചിലപ്പോൾ അവളുടെ കല്യാണം മുടങ്ങാൻ വരെ ചാൻസ് ഉണ്ട്, അവൾ ഒത്തിരി ആഗ്രഹിച്ച ജീവിതമല്ലേ, ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് പറയണം. അടുത്ത സീനിൽ കാണിക്കുന്ന ലക്ഷ്യത്തിൻ്റെ വീടാണ്. അവിടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, ഗസ്റ്റൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അച്ഛനും അമ്മയും താഴേക്ക് വരാണ്, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. എല്ലാവരും അവൻ്റെ അച്ഛനും അമ്മയൊക്കെ താഴേക്ക് വെൽക്കം ചെയ്യണം. അപ്പോൾ രക്ഷിത് പറയുകയാണ്, അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു പ്രോഗ്രാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്, പാവക്കുത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, അത് സെറ്റാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് രക്ഷിത്തിൻ്റെ വല്യമ്മ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയാണ്, ഇതൊക്കെ നടത്തിക്കോ, പക്ഷേ അവസാനം നിങ്ങൾ കരയേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചിന്തിക്കണം. അത് കഴിഞ്ഞിട്ട് ആരുവിൻ്റെ വീടാണ് കാണിക്കുന്നത്. അപ്പോൾ അപരാജിത ആ പ്രോഗ്രാമിൻ്റെ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്യുകയാണ്, ഇങ്ങനൊരു പ്രോഗ്രാം നടത്തുന്ന കാര്യം പറയുകയാണ്. അവരുടെ രോഹൻ്റെ ആരുവിൻ്റെ ലവ് സ്റ്റോറി ഇങ്ങനെ പാവക്കുത്തിലൂടെ ചെയ്യുന്ന ആ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ തന്നെ അതിങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്, ഒരു പാട്ടിൻ്റെ രൂപത്തിലിങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കണ്ടിട്ട്. ഒന്നാമത്തെ അപരാജിത ഒരു വിഷമത്തിലായിരുന്നല്ലോ, അതൊക്കെ മാറി ഇപ്പോൾ സന്തോഷിച്ചല്ലോ എന്നോർത്ത് അവൾ ഉള്ള അനിയത്തിനെ ഫാമിലീനെയൊക്കെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന രക്ഷ്യത്തിൻ്റെ വീടാണ്. അവരുടെ വല്യമ്മ നിങ്ങൾ ചെയ്തെടുത്തോളം നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ അച്ഛൻ്റെ അമ്മയുടെ ലൈഫ് സ്റ്റോറി ആ പാവക്കുത്തിലൂടെ കാണിക്കുകയാണ്. ഇത് കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അങ്ങനെയെങ്കിലും അവരുടെ അച്ഛന് കുറച്ച് ഓർമ്മകൾ തിരിച്ച് കിട്ടട്ടെ എന്നോർത്താണ്. ചില കാര്യങ്ങളൊക്കെ പുള്ളി ഓർക്കുന്നുണ്ട്. അപ്പോൾ വല്യമ്മ എന്തോ പണിയൊപ്പിച്ചിട്ടുണ്ട് അതിൽ. അപ്പോൾ ഇതിലുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാകുമല്ലോ, ഈ കഥയ്ക്ക് ഒരു ഫാമിലിയിൽ നിന്ന് കൊടുത്ത സ്ക്രിപ്റ്റ് വല്യമ്മ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ആക്സിഡൻറ്റ് പറ്റിയെന്നുള്ള കാര്യം അതിലുണ്ട്. അപ്പോൾ അതിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ വല്യമ്മയുടെ മോൻ്റെ വൈഫ് ആ കാരണമാണ് ഇദ്ദേഹത്തിന് അപകടം പറ്റിയത്, അതിന് രക്ഷിതും ഒരു കാരണമാണെന്നാണ് ആ പാവക്കുത്തിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ രക്ഷിതും അച്ഛനും അമ്മയൊക്കെ ഷോക്കാകുന്നുണ്ട്. ഇതിപ്പോൾ കാണിക്കേണ്ട ആവശ്യം എന്തായിരുന്നു, പുള്ളിയുടെ ഓർമ്മയിൽ നിന്ന് അത് ഇവർ മായ്ച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ആ ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ അതിൻ്റെ ടെൻഷനിൽ എന്തോ പറ്റിയിട്ടാണ് അദ്ദേഹത്തിന് ഓർമ്മ നഷ്ടപ്പെട്ടത്. അപ്പോൾ വീണ്ടും അത് തന്നെ കാണുമ്പോൾ രക്ഷിത ടെൻഷനാവുകയാണ്. അപരാജിതയും ഈ സമയത്ത് അവിടെ പാവക്കൂത്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ചരടിൽ കോർത്ത 2 പാവകൾ തമ്മിൽ കുടുങ്ങുകയാണ്. അപ്പോൾ അപരാജിത എത്ര നോക്കിട്ടത് ശരിയാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ രോഹൻ്റെ അമ്മ പറയുകയാണ്, പറ്റാവുന്ന പണിക്ക് എന്തെങ്കിലും പോയാൽ പോരെ, മാലതി നിൻ്റെ മക്കൾ എന്താ ഇങ്ങനെ മൂത്ത ആളെ എല്ലാത്തിലും തോക്കുന്നു, ഇളയാൾ എല്ലാത്തിലും ജയിക്കുന്നു എന്ന് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യാണ്.
ഈ സമയത്ത് രക്ഷിത്തിൻ്റെ വീട്ടിലും സെയിം അതേപോലെ തന്നെ ആ പാവയുടെ സ്ഥാനത്ത് ആ വല്യമ്മയുടെ മരുമോളെ കൊണ്ട് പ്ലേസ് ചെയ്തിട്ട് അത് കാണുമ്പോൾ എല്ലാവരും ടെൻഷൻ ആവുകയാണ്. എന്നുവെച്ചാൽ അത് അവർ മറക്കാൻ ശ്രമിക്കുന്ന കാര്യമായിരുന്നുകൊണ്ട് അപ്പോൾ എങ്ങനെ ഈ സ്ക്രിപ്റ്റ് ഇവർക്ക് കിട്ടിയെന്ന് ആലോചിച്ച് രക്ഷിത്ത് ടെൻഷൻ അടിക്കുകയാണ്. മരുമോളുടെ രൂപ പാവയിൽ കാണുമ്പോൾ തന്നെ അവരുടെ അച്ഛന് എന്തോ പേടിയാവുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ ചില ഇൻസിഡൻ്റൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്, ഇവരുടെ ഇങ്ങനെ ഓർക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ രക്ഷിത്തിൻ്റെ ചേട്ടൻ പറയാണ് ഇത് ഇവിടെ വെച്ച് നിർത്തിക്കും, ഇനി വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ രക്ഷിത്തിൻ്റെ വല്യമ്മ പറയാ നിനക്കിതൊക്കെ ഇപ്പോൾ അച്ഛനെ ഓർമ്മിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു, നീ തന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നീ തന്നെ അത് അച്ഛനെ ഓർമ്മിപ്പിച്ച് വീണ്ടും വഴക്കാക്കണമെന്ന് പറയുകയാണ്. അതേസമയം അപരാജിതയുടെ വീട്ടിലും അവളുടെ പ്രോഗ്രാം ആകെ കുളമായി, എല്ലാവരും അവളെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് രോഹൻ്റെ അമ്മ പറയുകയാണ് നിന്നെക്കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, എല്ലായിടത്തും തോക്കുന്ന ആളാണ് നീ, എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്, പേരിൽ മാത്രം അപരാജിതമായിട്ട് കാര്യമില്ല, എവിടെയെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും നീ ജയിച്ചിട്ടുണ്ടോ എന്നും പറഞ്ഞ് അവളെ ഇൻസൾട്ട് ചെയ്യണം. അപ്പോൾ ഇവർ വീട്ടുകാരും ഒന്നും പറയുന്നില്ല, എന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റല്ലേ, പിന്നെ മരുമോൻ്റെ വീട്ടുകാരായതുകൊണ്ട് കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ ജീവിതത്തിന് അത് പ്രശ്നം ഉണ്ടാകുന്ന ഓർത്ത് അവരൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഈ അവസരം നോക്കി അവർ മാക്സിമം ഇൻസൾട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ രക്ഷത്തിന് ആകെ ടെൻഷൻ ആവുകയാണ്. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. കൂടുതൽ എപ്പിസോഡ് കാണാനായി ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.